ഞാനിപ്പോൾ നിൽക്കുന്നത് തോമസ് ചെറിയാന്റെ സഹോദരന്റെ മകന്റെ വീട്ടിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തോമസ് ചെറിയാന്റെ സഹോദരൻ, ഒപ്പം തന്നെ സഹോദരന്റെ മകൻ എന്നിവരുണ്ട്. 56 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ ഒരു സൈനികന്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം ലഡാക്ക് മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തിയത്. അത് വീട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിവരം ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നും കുടുംബാംഗങ്ങൾ അറിഞ്ഞത്. ആ വിമാനാപകടം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. സൈന്യത്തിൽ ജോലി ചെയ്യവേ ആയിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്യവേ ലഡാക്ക് മഞ്ഞുമലയിൽ വെച്ച് ഈ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണത്. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഡാലിൽ വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് നമ്മോടൊപ്പമുണ്ട്. അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? പിന്നീട് നിങ്ങൾക്ക് അന്ന് ഏതൊക്കെ രീതിയിലായിരുന്നു വിവരങ്ങൾ ലഭിച്ചിരുന്നത്? അന്ന് അവിടെ യൂണിറ്റിൽ നമ്മുടെ ഇവിടെ ഇൻഫോം ചെയ്തു. ഇവിടെ ഫാദറും മദറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ മരണപ്പെട്ടെന്ന് ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതായത് അന്ന് 68-ൽ വിമാനാപകടം സംഭവിച്ചു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചൊരു വിവരവുമില്ല. സൈന്യത്തിൽ നിന്നും അങ്ങനെയാണ് വിവരം ലഭിച്ചത്. ഇൻഫർമേഷൻ വന്നുകൊണ്ടിരുന്നു. ഒരു 4-5-6 വർഷം മുമ്പും വന്നു. ഞങ്ങളിങ്ങനെ എൻക്വയറി ചെയ്യുന്നെന്നും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇതിനു മുമ്പ് എന്നാണ് ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട്, തിരയുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിവരം ലഭിച്ചത്? 5-6 വർഷം മുമ്പ് ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു അനിയന്റെ. അദ്ദേഹം സൈന്യത്തിൽ ജോലി ചേർന്ന് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? 3 വർഷത്തിന് ശേഷം. ട്രെയിനിങ് കഴിഞ്ഞ് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചണ്ഡീഗഡ് സെക്കൻഡറാബാദിലായിരുന്നു ട്രെയിനിങ്. ഹി വാസ് ഇൻ EME. അവിടെ ഒന്ന് സെക്കൻഡറാബാദിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പുള്ളി ചണ്ഡീഗഡിൽ വരെ പോയി. ചണ്ഡീഗഡിൽ നിന്ന് ലഡാക്കിലേക്കുള്ള പോസ്റ്റിംഗ് പോയതാണ്. ആ സമയത്താണ്. 3 വർഷത്തോളം ആയിരുന്നു അല്ലേ സർവീസിൽ? കഴിഞ്ഞായിരുന്നു. 65-ലെ മിലിറ്ററിയിൽ എൻലിസ്റ്റായി. 65-ന് ശേഷം ഇത് 68-ലാണ്. 68 ഫെബ്രുവരി 7-ാം തീയതി സംഭവിക്കുന്നു. നിങ്ങൾക്ക് ഈ വിവരം തന്നത് ആദ്യം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്? ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻ വന്നത്. സൈന്യത്തിൽ നിന്നും ഔദ്യോഗികമായിട്ട് വിവരം വിളിച്ചു പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഇൻഫർമേഷൻ ഉണ്ട്, അത് ഇങ്ങനെ പുള്ളി പോയെന്നും പുള്ളി ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടിയെന്നും അതിൻ്റെ വിവരങ്ങൾ ഫർദർ ഇൻഫോം ചെയ്യുമെന്നും ഒരാഴ്ചത്തെ സമയം എടുക്കും. അതിനു മുമ്പ് ഇൻഫോം ചെയ്യാവുന്ന അതിന് ഫർദർ വിവരങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഭൗതിക ശരീരം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അത് അന്വേഷിച്ചോ സൈന്യവുമായിട്ട്? അറിഞ്ഞുകൂടാ. അത് അവർ ഇൻഫോം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ നേരത്തെ സഹോദരൻ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചതെന്നറിയാം, പക്ഷേ മരണമടഞ്ഞു എന്നുള്ളതൊരു തീർച്ചയില്ലായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിലൊരു ഉറപ്പ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഷോക്ക് തന്നെ ഇത്. കാര്യം ഇത്രയും വർഷം, 56 വർഷം ശരിക്കും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. ഞങ്ങൾക്ക് ഇതൊരു വലിയ ഒരു സംഭവമായിട്ടാണ് സത്യത്തിലെ കാര്യം. ഇങ്ങനെ ഞങ്ങളുടെ ഒരു പാപ്പൻ ഞങ്ങളിൽ നിന്ന് പോവുക എന്ന് പറയുമ്പം അത് ഇപ്പം ഒരു വലിയ ഒരു ഇത് അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ ന്യൂസ് കിട്ടിയപ്പം തന്നെ ഞങ്ങളത് വളരെ ഒരു ഇതിലായിട്ട് നിൽക്കുക. അങ്ങയുടെ അച്ഛൻ്റെ മൂത്ത സഹോദരൻ? ഇളയ സഹോദരനാണ്. മൊത്തം 3 സഹോദരങ്ങളും ഒരു സഹോദരിയുമാണ്? മൊത്തം 4 പേരാണ്. 5 പേര്, 4 സഹോദരങ്ങളും സഹോദരിയുണ്ട്. അതിലിപ്പോൾ നിലവിലെ 2 സഹോദരനും 1 സഹോദരിയും ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതാണ് കുടുംബാംഗങ്ങൾ ഇക്കാര്യമാണ് പറയുന്നത്. ഈ വിമാനാപകടം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ച ഈ കുടുംബാംഗങ്ങൾക്ക് ഇല്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ സൈന്യത്തിൽ നിന്നും ഔദ്യോഗികമായി തോമസ് ചെറിയാന്റെ ഈയൊരു മൃതശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ആറന്മുള SHOയ്ക്കാണ് സൈന്യത്തിൽ നിന്നും ഈ വിവരം ആദ്യം ലഭിച്ചത്. സൈന്യം അറിയിച്ചത് ഈ കുടുംബാംഗങ്ങളുടെ മേൽവിലാസം, ഒപ്പം തന്നെ ഫോൺ നമ്പർ, ഇക്കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളൊരു അറിയിപ്പായിരുന്നു സൈന്യത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതുപ്രകാരം ആറന്മുള പോലീസ് ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അവരുടെ മേൽവിലാസവും ഒപ്പം തന്നെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പരും സൈന്യത്തിന് കൈമാറിയിരുന്നു. ഇന്നലെ തന്നെ സൈന്യത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തോമസ് ചെറിയാന്റെ മൃതശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങ് ഭൗതിക ശരീരം എത്തിച്ചതിന് ശേഷം നടത്തും എന്നുള്ളതാണ്. അതിനുള്ള ആ കാര്യങ്ങളും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. 56 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിവരം ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക്
എങ്ങനെ ഇത് എന്ത് പറയണം എന്നറിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ തോമസ് ചെറിയാൻ അന്ന് ഈ വ്യോമസേനയിൽ ജോലി ചെയ്യവേ സർവീസിൽ കയറിയതിനു ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിമാനാപകടം സംഭവിച്ചത്. വ്യോമസേനയുടെ വിമാനത്തിൽ സഞ്ചരിക്കവെയാണ് ഈ മഞ്ഞുമലയിൽ വെച്ച് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരുന്നത്. ഇപ്പോൾ ഏതായാലും കുടുംബാംഗങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് സൈന്യത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. ഇനി ഭൗതിക ശരീരം എത്തുന്നതും കാത്ത് ഇരിക്കുകയാണ് കുടുംബാംഗങ്ങൾ.